ശിവച്ചി, സുൽഫിക്കറെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അമ്മ ഇവിടെ ഇല്ല, അമ്മ രാത്രിക്ക് വരുള്ളൂ, അങ്ങനെ പറഞ്ഞാ മതി. ഈ സുൽഫിക്കർ കൊളാക്കാതെ നോക്കിക്കോ. അതെന്ത് ശിവച്ചി, എന്നെ തീരെ വിശ്വാസമില്ലാത്ത മാതിരി. കുരിപ്പേ, അവിടെ മിണ്ടാതിരുന്നട്ടോ, വെറുതെ അവർക്ക് ഡൗട്ട് ഉണ്ടാക്കണ്ട. ഓ ശിവച്ചി, നമുക്ക് ഇനി ഒന്നും തന്നെ അങ്ങോട്ടൊന്നും തോന്നണില്ല. അമ്മ ഒന്ന് ഓടി വാ അമ്മ. ഇതാ വരുന്നു മോളെ, പതുക്കെ നടക്ക്. ഹായ് നീലാണ്ടി, ഞങ്ങൾ എത്തി. അല്ല ആരിത്, തക്കവാവിയോ? ഞങ്ങൾ കണ്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലാന്ന്. ഇന്ന് കണ്ടാലേ പാറക്കുട്ടി ഇങ്ങനെ ഇരിക്കൂലെന്ന് എനിക്കറിയാം. അതെ അതെ. നീലാണ്ടി, നീലാണ്ടി, നീലാണ്ടിയുടെ തക്കവാവ വന്നു. ഒരു നീലാണ്ടിയുടെ തക്കവാവ. അയ്യോ ഒച്ചേട്ടില്ല. അതെന്താ, ആരെങ്കിലും അവിടെ കടന്നുറങ്ങുന്നുണ്ടോ? ഏയ് അല്ല തക്കവാവേ, ഇവിടെ നീലമ്മയില്ല. നീലമ്മയില്ല? ആഹാ, ലച്ചുമോളെ, ലച്ചുമോളെ ആകെ അങ്ങ് വലുതായി പോയല്ലോ. അയ്യോ ശിവച്ചി, പണി പാടിയോ ലച്ചേച്ചി? അത് പിന്നെ ഇവിടെ നീലമ്മയില്ല, നീലമ്മ രാവിലെ പോയതാ. അല്ല ലച്ചേച്ചി, ഇതെന്തിനാ ഈ പെണ്ണ് കള്ളം പറയണത്? എന്തെങ്കിലും പദ്ധതി ഉണ്ടാവും, അതിനിപ്പോ പൊളിക്കാനൊന്നും നിക്കണ്ട. എന്തായാലും അമ്മ അകത്ത് തന്നെ ഉണ്ടല്ലോ, അപ്പൊ അവർ കാണുമല്ലോ. ഇവര് കള്ളം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ആവട്ടെ, ഞാനൊന്നും മിണ്ടാതെ നിക്കാം, അതാണിപ്പോ ബുദ്ധി. ആന്റി കയറിയിരിക്കാന്റി, കയറിയിരിക്കെ. എന്താ ചേച്ചി, അമ്മയില്ലാതെ അവര് കയറിയിരുന്ന അവർക്ക് ഫുഡൊക്കെ ആര് കൊടുക്ക? ഒരു അതിഥി വീട്ടിൽ വരുമ്പോ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഇല്ലേ ചേച്ചി, അല്ലെങ്കിൽ നീണ്ടു പോയിന്നുള്ളൂ. ഇല്ലേ ചേച്ചിക്ക് ഒരു അന്തമല്ല എന്ന് അമ്മ എപ്പോഴും പറയും. ഞാൻ രാവിലെ നീലന് പോകാൻ വിളിച്ചതാണല്ലോ. വിളിച്ചത് മാത്രമല്ല, നീല ഇവിടുന്ന് എവിടേക്കും പോകണില്ല, ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞു. ശിവച്ചി, ചേച്ചി എന്തെങ്കിലും കേട്ടായിരുന്നോ? ശരിക്കും കേട്ടു. ഹായ് നീലാണ്ടി, ഒന്നങ്ങട്ട് മാറി നിൽക്കില്ലേ ചേച്ചി? ഇതെന്താ ഒരാള് വരുമ്പോ വഴി തന്നെ നിൽക്കണത്? അത് ന്യായം. ഇനി കുറച്ച് ബീഫും കൂടി വെച്ചെടുക്കട്ടെ. തക്കടുവാവക്ക് വന്ന ഇതൊന്നും മതിയാവൂല. നീലാണ്ടി, ആഹാ ആരിത്, തക്കടുവാവയോ? നീലാണ്ടി എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നേ? നോക്ക് ആ വീടിന് പുറത്തോട്ട് എന്തെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെന്ന്. ഇത് മതി എനിക്ക് ഇന്നത്തേക്ക്. നിൽക്കുമ്പോഴോ ഈ ബീഫ് കൂടി ഞാനിങ്ങ് വരട്ടി എടുക്കട്ടെ. ഇപ്പൊ തൽക്കാലം ഇത് മതി തക്കടുവാവക്ക്. ബാക്കി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് മതി. അപ്പൊ റെഡി ആക്കിക്കോ നീലാണ്ടി. അതെ, എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി വെച്ചതാ. അതൊരു പാത്രത്തിലിട്ട് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കുമ്പോ തരാം. നോ 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 നോ, തക്കടുവാവക്ക് നന്നായി വിശക്കുന്നുണ്ട്. വാവ്, താങ്ക് യു നീലാണ്ടി, താങ്ക് യു. എന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. നീലു, നം 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 നം. നീലു, എന്താ നീ ഇങ്ങനെ മേയിച്ച് നോക്കുന്നേ? ഞാൻ വന്നിട്ട് വിശ്വാസമായില്ലേ നിനക്ക്? മോളെ, ഇങ്ങനെ വാരി വലിച്ചെറിയല്ലേ. എന്താ അമ്മ, ആന്റി അമ്മക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നതല്ലേ, അങ്ങനെ തിന്നുമ്പോ അങ്ങനെ ശല്യം ചെയ്യാതെ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അല്ല നീലു, നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? നീ ആ പെണ്ണിന് കഴിക്കാനൊന്നും വാങ്ങിക്കൊടുക്കാറില്ലേ? അത് കണ്ടിട്ടാണോ? അവളെ ഇതിപ്പോ കുറച്ചേ ഉള്ളൂ, ഇതിനേക്കാളും കൂടുതൽ അവള് കഴിക്കാറുണ്ട് വീട്ടിന്ന്. എന്നിട്ട് ഓളത്തിന് സുഖങ്ങളൊക്കെ തന്നെയല്ലേ? കാശിന്റെ ഇത്തിരി ടൈറ്റ് ഉണ്ട്, പണിയൊക്കെ കുറവാണേ. അത് പിന്നെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവണല്ലോ. ഇതല്ലേ തീറ്റി. ഹായ് അമ്മ, എന്തായാലും എത്തി. അമ്മക്ക് ഇങ്ങനെ ചിക്കൻ കറി പൊരിച്ചു തന്നൂടെ? ഇനി നമുക്ക് കഴിക്കാനേ അവിടെ ഒന്നുമില്ല, എല്ലാ ചിക്കൻ കറി പൊരിച്ചതും കഴിഞ്ഞു. ഇനി ആദ്യം ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് തിന്നാന്. സുൽഫിക്കറെ, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവോ? അവിടെ നിന്ന് ഇച്ച് പച്ച വെള്ളമില്ലാന്നാ വലിയമ്മ പറഞ്ഞിക്കണത്. ഇനി എന്താ ചെയ്യപ്പോ നമ്മള്? ഇനി അമ്മ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് പോയി കഴിക്കാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? കാക്കോ, ഇന്നോട് മുണ്ടണ്ട, ഞാൻ വരുന്നില്ല അങ്ങോട്ട്. കാക്കു എന്നോട് വലിയമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വലിയമ്മ നാളെയല്ലേ ഗൾഫൊക്കെ പോണത്, അപ്പൊ ഇനി തെറ്റാ
എന്റെ വില മനസ്സിലാവില്ല. ഞാൻ പോയാലുള്ളൂ എനിക്കെന്റെ വില മനസ്സിലാകുള്ളൂ. ഞാൻ അന്നേക്ക് കജ്ജ വളർന്ന് കാല വളർന്ന് നോക്കിട്ട് വളർത്തി വലുതാക്കിയതാ. നല്ല സങ്കടമുണ്ട് അന്നെ വിട്ടിട്ട് പോകാന്. അല്ല കുൽസോ, എന്താ ഇവിടെ ഒരു കച്ചിലും പറിച്ചിലും? നിങ്ങൾ അറിഞ്ഞില്ലേ, ഞാൻ നാളെ ഗൾഫിക്ക് പോകാണേ. അപ്പച്ചി എന്റെ കുട്ടികളൊക്കെ വിട്ട് പോണ സങ്കടം. അത് ശരി, അപ്പൊ വിസിറ്റിംഗ് മിസ് ഒക്കെ അല്ലേ പോണ്, അല്ലാതെ ഇപ്പോ ഗദ്ദാമ്മ പണിക്കൊന്നല്ലല്ലോ. എന്നാലും നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞാ മതി. എന്റെ സങ്കടം ആരോട് പറയാനാ ഞാന്? അല്ല, അന്റെ പിന്നാലെ സുലൈമാനും വരുന്നില്ലേ? പിന്നെ ആ മനുഷ്യന് ഇതൊക്കെ പറഞ്ഞാ മനസ്സിലാവോ? ഇന്റെ ഈ പൈക്കളും ഈ പേരീന്തോടൊക്കെ അല്ലാതെ ഇന്നെ കൊണ്ട് പറ്റുവോ? മൂപ്പരല്ലേ ഇപ്പൊ ഗൾഫിക്ക് പോകാന് മുന്നിൽ നിക്കണത്. ഇന്ന പിന്നെ അനക്ക് അങ്ങോട്ട് പോകാതിരുന്നൂടെ കുൽസോ? അതിപ്പോ എങ്ങനെ ശരിയാകാ? ഇത്രയും കാലായിട്ട് ഞാൻ ആ ഗൾഫ് നാടൊന്നും കണ്ടിട്ടില്ല പറഞ്ഞാ അത് മോശല്ലേ? ആർക്ക് മോശം? ഞാനൊക്കെ അപ്പൊ അത് കണ്ടിട്ടാണോ ഈ നാട്ടിൽ നിക്കണത്? എന്നാലും ആ വിമാനത്തിലൊക്കെ ഒന്ന് കേറി പോണ സുഖമൊക്കെ ഒന്ന് അറിയണ്ടേ? അത് ശരി, അതിപ്പോ ഇത്രക്ക് വലിയ സുഖാ? സുഖമൊന്നുമല്ല, എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. എങ്ങനെ ഞാൻ അവിടേക്ക് എത്തിയെത്താന്ന് എനിക്കൊന്നും അറിയില്ല. വലിയമ്മ, നിങ്ങൾ വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട. നിങ്ങൾ പോകുമ്പോഴേ ആ വിമാനം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഞങ്ങൾ എന്താ കാട്ടുക? പോയിക്കല്ലേ മാറേ അവിടുന്ന്, മനസ്സിനെ പേടിപ്പിച്ചും കൊണ്ട്. അല്ലെങ്കിൽ തന്നെ മനസ്സിനൊരു ധൈര്യമല്ല. അതിലൊന്നൊരു കേറിയിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങണ വരെ നിന്റെ നെഞ്ച് പാടാന്ന് മടിച്ചൂലേ? കുൽസോ, അതൊക്കെ അത്ര പേടിച്ചാനൊന്നുണ്ടോ കുൽസോ? എത്രങ്ങാനും മനുഷ്യന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത്. ആ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ചെറിയൊരു ഭയമുണ്ടേ. ചെറുതൊന്നല്ല, വലിയമ്മക്ക് നല്ലോണമുണ്ട്. കുറെ ദിവസമായിക്കണു ഫ്ലൈറ്റില് കേറൂലാന്ന് പറച്ചിലെടുത്തിട്ട്. ഈ ചെറുക്കനിന്റെ കജ്ജിന്നിപ്പോ മേടിച്ചു. ഇതിന് കിട്ടട്ടെ ചെറുക്കാനക്ക്. ഓനൊരു തമാശ പറഞ്ഞതല്ലേ കുൽസോ, ഇജ്ജെന്തിനിങ്ങനെ കാര്യാക്കണത്? എന്തായാലും വരാനുള്ളതൊന്നും വഴി താങ്ങൂല. എല്ലാം നല്ലതിനാന്ന് ചിന്തിച്ചിട്ടേ ഇജ്ജ് രണ്ടും കൽപ്പിച്ചിട്ട് പോ. അല്ലെങ്കിൽ പിന്നെ ഇജ്ജ് ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോണു. ആ, ഒരു ഉപദേശം